കാസർഗോട്ടേക്ക് പോകാം. ഷഫീഖ് നസറുള്ളയുണ്ട്. ഷഫീഖ്, അവിടെ ജില്ലാ പഞ്ചായത്ത് LDF തന്നെ അധികാരമേറ്റിരിക്കുന്നു, കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാതെ. മറ്റിടങ്ങളിൽ പേരയിലടക്കം കാര്യമായ നാടകീയതകൾ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റിടങ്ങളിലെ അവസ്ഥ? 18 ഡിവിഷനിൽ 9-8-1 എന്നതായിരുന്നു LDF UDF NDA കക്ഷിനില. 9 അംഗങ്ങളുടെ പിന്തുണയിൽ LDF തന്നെ തുടർ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. സാബു എബ്രഹാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു നാടകീയത, 8 അംഗങ്ങളുള്ള UDF ഒരംഗം എത്താൻ വൈകിയത് കാരണം വോട്ടെടുപ്പിൽ ജില്ലാ കളക്ടർ പങ്കെടുപ്പിച്ചില്ല. അതിനുശേഷം 2 MLA എന്നെ നെല്ലിക്കുന്ന്, അതോടൊപ്പം AK അഷ്റഫ് MLA നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് ആ പ്രതിഷേധത്തിന് തുടർന്ന് അവർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലാണ് ഏറ്റവും നാടകീയമായ ഒരു രംഗങ്ങളുണ്ടായത്. അവിടെ 9 വീതം അംഗങ്ങളാണ് LDF-നും UDF-നും ഉള്ളത്. UDF-ൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഒരു ധാരണയാവാത്തതിനെ തുടർന്ന് ഇന്ന് UDF അംഗങ്ങൾ ഒന്നും തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ എത്തിയില്ല. അതിനെ തുടർന്ന് അവിടെ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു BJP അംഗവും ഇന്ന് എത്താത്തതിനെ തുടർന്നാണ് ക്വാറം തികയാത്തത്. 10 പേരാണ് ക്വാറം എത്തേണ്ടത്. 9 അംഗങ്ങൾ LDF-നുണ്ട്, 1 അംഗം BJP-ക്കുണ്ട്. അവർ എത്തിയിരുന്നെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നേനെ. പക്ഷേ UDF അംഗങ്ങൾക്കൊടൊപ്പം തന്നെ ഒരു BJP അംഗം കൂടി ഇന്ന് തെരഞ്ഞെടുപ്പ് എത്താത്തതിനെ തുടർന്നാണ് അവിടെ ക്വാറം തികയാതെ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉദുമ പഞ്ചായത്തിലാണ് മറ്റൊരു നാടകീയ രംഗം. ഏതായാലും